ഫിഷിംഗ് പവറിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ട് ബ്രൈഡ് ലൈനുകൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന രീതിയാണ് ഞാൻ നിങ്ങളെ ഇന്ന് പഠിപ്പിക്കുന്നത്. രണ്ട് ബ്രൈഡ് ലൈന് വിലങ്ങനെ വെച്ച് അതിൽ ഒരു ടിപ്പ് റൗണ്ടിനെ വെച്ചിട്ട് മറ്റേ ബ്രൈഡ് ലൈനിൻ്റെ അടിയിൽ കൂടെ എടുത്ത് ഈ ഹോളിൻ്റെ അടിയിൽ കൂടെ കയറ്റി എടുക്കണം. ഈ വട്ടനെ വെച്ചിട്ടുണ്ടല്ലോ, അതും വിലങ്ങനെ വെച്ച ബ്രൈഡ് ലൈന് ഉള്ളിൽ കൂടെ ചുറ്റി എടുക്കണം. ഒരു ടിപ്പ് വിലങ്ങനെ വെച്ച ബ്രൈഡ് ലൈനിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഈ ഹോളിൻ്റെ ഉള്ളിൽ കൂടെ വട്ടനെ ചിറ്റി എടുക്കണം. അത് സിംഗിളായിട്ട് തന്നെ ചിറ്റി എടുത്തിട്ട് ഒരു 5-6 തവണ ചിറ്റി എടുത്തിട്ട് ടിപ്പ് പിടിച്ച് മെല്ലെ വലിക്കുക. അപ്പോൾ ഈ ബ്രൈഡ് ലൈന് മെല്ലെ ചിറ്റി ഓരോ ജോയിൻ്റായി വന്നിട്ട് ടൈറ്റാക്കി നിർത്തുക. അപ്പോൾ ഈ ഭാഗം ഓക്കെ, ഒരു ഭാഗം ഓക്കെ. ഇനി മറ്റേ ടിപ്പ് എടുക്കുക, ഇടത്തെ സൈഡിൽ വന്നിട്ടുള്ള മറ്റേ ടിപ്പ് എടുത്തിട്ട് ഇതുപോലെ വളച്ച് പിടിക്കുക. റൗണ്ട് തന്നെ വളച്ച് പിടിക്കുക. കണ്ടോ, വളച്ച് പിടിച്ചിട്ട് ഇടത്തെ കൈ കൊണ്ട് ടൈറ്റ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് ഈ ടിപ്പ് എടുത്തിട്ട് ഈ ഹോളിൻ്റെ ഈ കെട്ട് വെച്ചതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ മറ്റേ ബ്രൈഡ് ലൈനിൻ്റെ മുകളിൽ കൂടിയും കൊടുന്നിട്ട് ഇങ്ങനെ ചിറ്റി എടുക്കുക. ഒരു 6 തവണ ചിറ്റി എടുക്കുക. 6 തവണ ചിറ്റി എടുത്തിട്ട് ഇത് ഈ ലെഫ്റ്റ് സൈഡിലെ ടിപ്പ് മുറുക്കി പിടിച്ചിട്ട് മെല്ലെ ബ്രൈഡ് ലൈൻ വലിക്കുക. അപ്പോൾ ഈ ഭാഗവും ടൈറ്റായി, കെട്ട് സ്ട്രോങ് ആയി ഈ ഭാഗം. ഇനി വലിയ നൂലില്ലേ, ഇതിപ്പോൾ കെട്ട് വെച്ചുള്ള നൂലാണല്ലോ, വലിയ നൂലുകൾ തമ്മിൽ രണ്ടും കൂടി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ ഈ കെട്ട് അടുത്തേക്ക് വരും. അപ്പോൾ ബ്രൈഡ് ടു ബ്രൈഡ് കെട്ടൽ കഴിഞ്ഞു. ഇനി ആ കൂടിയതിൽ വന്നിട്ടുള്ള ഭാഗം കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെ ബ്രൈഡ് ടു ബ്രൈഡ് ഓക്കെ. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്കായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. താങ്ക്